തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹനശക്തി എന്നാണ് അർത്ഥം. ഇവിടെ സഹനശക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ചൂടിലും വെയിലത്തും ഒക്കെ ചെന്ന് തീയിലൊക്കെ ചെന്ന് കിടക്കുന്നതാണോ? ചിലരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പുഴയുടെ വക്കിലോ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ വക്കലോ 12 മണിക്ക് ചുട്ട് പഴുത്തിരിക്കുന്ന മണലിൻ്റെ മുകളിൽ തപസ്സാണെന്ന് പറഞ്ഞ് കിടക്കുന്നവരുണ്ട്. അതുമാതിരി 3 മണിക്ക് എണീറ്റ് തണുപ്പ് കാലത്ത് പോലും ഗംഗാജലത്തിൽ ചെന്ന് കുളിക്കുന്ന ചില തപസ്വികളുണ്ട്. അതൊക്കെ അവർ തിതിക്ഷയായിട്ട് കണക്കാക്കുക, സഹനശക്തി. എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകന്മാരാരും മിക്കവാറും അങ്ങനെയുള്ളവരാവില്ല. നിങ്ങളൊക്കെ വീട്ടിൽ സുഖസമൃദ്ധിയോടുകൂടി ജീവിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സഹനശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹനശക്തി മുഴുവൻ മനസ്സിലും ബുദ്ധിയിലുമാണ്. ആ മനസ്സിലും ബുദ്ധിയിലുമുള്ള സഹനശക്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭഗവത്ഗീതയിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. എന്താണത്? മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാപായിനോ അനിത്യാഃ താൻ തിതിക്ഷസ്വ ഭാരത. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ശരീരത്തിലുള്ള 5 ഇന്ദ്രിയങ്ങളും ലോകപദാർത്ഥങ്ങളെല്ലാം കൂടിയിട്ടുള്ള നിരന്തര സമ്പർക്കമാണ്. അതാണ് ഈ വാസ്തവത്തിൽ ജീവിതം. ആ സമ്പർക്കം ഇന്ദ്രിയങ്ങൾ നമുക്കുള്ളിടത്തോളം കാലം, ലോകത്തിൽ വസ്തുക്കൾ ഉള്ളിടത്തോളം കാലം നടക്കും. അങ്ങനെ വന്നാൽ അതിലെന്താ നമുക്ക് പറയാനുള്ളത്? കണ്ണുണ്ടെങ്കിൽ കാണും, ചെവി ഉണ്ടെങ്കിൽ കേൾക്കും, വായുണ്ടെങ്കിൽ സംസാരിക്കും കേൾക്കുന്നവരോട്, നാവുണ്ടെങ്കിൽ രുചിക്കും, ത്വക്കുണ്ടെങ്കിൽ സ്പർശിക്കും, മൂക്കുണ്ടെങ്കിലോ വാസനിക്കും. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും തമ്മിലുള്ള സമ്പർക്കം അനിവാര്യമാണ് ജീവിതത്തിൽ എന്ന് മാത്രമല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഈ സമ്പർക്കമാണ്. ആ സമ്പർക്കം എവിടെയുണ്ടോ കൃഷ്ണൻ പറയുന്നു ശീതോഷ്ണ സുഖദുഃഖദാഃ. അത് ശീതവും ഉഷ്ണവും പോലെ സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും ലോകവസ്തുക്കളും തമ്മിൽ നടക്കുന്ന സമ്പർക്കം ശരീരം ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ്. പക്ഷേ ഈ സമ്പർക്കം നടക്കുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. ഈ കണ്ടത് മുഴുവൻ കണ്ണ് ഓർമ്മ വയ്ക്കുന്നുണ്ടോ അതോ മനസ്സ് ഓർമ്മ വയ്ക്കുന്നുണ്ടോ? മനസ്സല്ലേ ഓർമ്മ വയ്ക്കുന്നത്. കണ്ടത് മുഴുവൻ കണ്ണിന് ഓർമ്മയുണ്ടോ? അപ്പോൾ കണ്ണിനെ കൊണ്ട് കാണിക്കുന്നത് മനസ്സാണ്. കണ്ടത് രജിസ്റ്റർ ചെയ്ത് ഓർമ്മ വെച്ച് സ്മരണമാക്കി നിർത്തുന്നതും സ്മൃതിയാക്കി നിർത്തുന്നതും മനസ്സാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും കൂടി നടക്കുന്ന സമ്പർക്കമുണ്ടല്ലോ, ആ സമ്പർക്കത്തിൻ്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ഉടനടി ഉണ്ടാവുന്ന ഫലങ്ങൾ, പ്രതിഫലനം എവിടെയാ? ഇന്ദ്രിയങ്ങളിലല്ല, മനസ്സിലാണ്. ആ മനോമേഖലയിൽ അതെപ്പോഴും ശീതോഷ്ണ സുഖദുഃഖദാഃ, ചൂടും തണുപ്പും എന്നതുപോലെ പരസ്പരം വിരോധമായിരിക്കുന്ന സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുന്നതാണ് എല്ലാ സമ്പർക്കങ്ങളും. ഇത് എത്ര തവണ ഞാൻ പറയണം? ഇത് മനുഷ്യജീവിതത്തിനുള്ള ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തതായ ഒരു വിവരണമാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നിരിക്കുന്നത്. ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാപായിനഃ. അവരെ കൃഷ്ണൻ ചിത്രീകരിക്കുന്നത് എന്താ? ആഗമാപായികളാണ് എന്ന് പറഞ്ഞാൽ വരും പൂവും, വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ വരണതും പോകണതുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. വന്നോട്ടെ പോയിക്കോട്ടെ. സുഖമുണ്ടായി, അത് കഴിഞ്ഞ് ദുഃഖമുണ്ടായി, ദുഃഖം തന്നെയാണ് സുഖം വരുത്തുന്നത്, സുഖമാണ് ദുഃഖം വരുത്തുന്നത്. അങ്ങനെ സുഖദുഃഖങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ രണ്ടിലും ഒരു ക്ഷോഭമോ കുലുക്കമോ പ്രതീക്ഷയോ അതിലൊരു അലട്ടോ അലോരസമോ തോന്നാതെ സഹിക്കുക. അതാണ് സഹനശക്തി.